പട്ടികവർഗ പുനരധിവാസ മേഖലയിൽ 11ാം ബ്ലോക്കിലെ 40 ഏക്കർ പ്രദേശത്ത് റോഡ് ചെളിക്കുളമായി നിരവധി കുടുംബങ്ങൾ ദുരിതത്തിൽ. ആറളം പട്ടികവർഗ പുനരധിവാസ മേഖലയിൽ 11ാം ബ്ലോക്കിലെ 40 ഏക്കർ എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലായത്. കീഴ്പള്ളിയിൽ നിന്നും ആറളം ഫാമിലേക്ക് പോകുന്ന പൊതുമരാമത്ത് റോഡിൽ നിന്നും ഏകദേശം 500 മീറ്റർ ദൂരത്തിലുള്ള റോഡാണ് ചെളിക്കുളമായി കാൽനട യാത്രയ്ക്ക് പോലും കഴിയാത്ത തരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. റോഡിന്റെ 200 മീറ്റർ ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ള ഭാഗം ഇപ്പോഴും ചെളിവെള്ളം കെട്ടിക്കിടന്ന് ജനങ്ങൾക്ക് ദുരിതമാവുകയാണ്. പലതവണ അധികാരികളോട് പരാതി പറഞ്ഞിട്ടും റോഡ് ഗതാഗതയോഗ്യമാക്കാൻ ആരും തയ്യാറായില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ അപകട സാധ്യത ഒരുക്കുകയാണ് ഈ റോഡ്. കഴിഞ്ഞ ദിവസം റോഡിലെ കുഴിയിൽ വീണ് പ്രദേശവാസികളായ ആളുകൾക്ക് പരിക്കേറ്റിരുന്നു. റോഡ് ഗതാഗതയോഗ്യമാക്കാൻ TRDM അധികൃതരും മറ്റ് ആളുകളും തയ്യാറാകാത്തതിൽ വൻ പ്രതിഷേധവും ഉയരുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന റോഡ് കൂടിയാണിത്. പുഴയോട് ചേർന്ന് കിടക്കുന്ന റോഡ് ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നതും സ്വാഭാവികം. അധികൃതരുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതയോഗ്യമാക്കി മേഖലയിലെ നിരവധി കുടുംബങ്ങളുടെ ദുരിതം അകറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇവിടെ താഴെ 100 കുടുംബങ്ങളുണ്ട്. കുറെ കാലമായി ഇത് നമ്മൾ റോഡിന് പണിയൊന്നും തീർക്കാൻ വേണ്ടി പറയുന്നത്. ഒരുത്തിന് ഇതുവരെ എത്തിയിട്ട് ആരും വന്ന് നോക്കുന്നില്ലെന്നും പറയുന്നില്ല. നമ്മൾ ചെളിയും വെള്ളത്തിനകത്ത് ഇവിടെ താഴേക്ക് വന്നു പോകേണ്ട സാധ്യത നമുക്കുള്ളത്. റോഡിന് പണി പെട്ടെന്ന് ഇതാക്കാൻ വേണ്ടി. ഈ സ്ഥലത്തിൻ്റെ പേര് പറയാ 40 ഏക്കറാണ്. ഈ കഴിഞ്ഞ ദിവസം അവിടെ ആരെ വീണെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ ഒരാൾ വീണ് ആ വെള്ളത്തിൽ ചെളിയിൽ. കുറേ ഉണ്ടാവും. കുറേ പേർക്കൊക്കെ ഉണ്ട്. വീണിട്ട് വെള്ളത്തിൽ വീണതാ. നമുക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റുന്നില്ല. അത്രക്കാരും ചെളിയും വെള്ളം. ഒരു ചെറിയ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇനിങ്ങോട്ട് നമുക്ക് ആൾക്കാർക്ക് വരാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയായി. പഞ്ചായത്തുകാരോടും പിന്നെ പഞ്ചായത്തിൽ പറഞ്ഞ വേലാട്ടിനോട് പറഞ്ഞായിരുന്നു. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നപ്പോൾ പറഞ്ഞായിരുന്നു. ആരും ഇങ്ങോട്ട് വന്ന് നോക്കുന്നില്ല. ആറളം ഫാം 11ാം ബ്ലോക്കിലെ 40 ഏക്കറിലേക്കുള്ള ഒരു റോഡാണിത്. ഇതിൻ്റെ ഏതാണ്ട് പകുതി ഭാഗം കോൺക്രീറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ പകുതി ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യാതെയോ ടാർ ചെയ്യാതെയോ നിരവധി കുടുംബങ്ങൾ ഇവിടെ ദുരിതമനുഭവിക്കുകയാണ്. ഈ റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതയോഗ്യമാക്കാൻ ഒരുപാട് തവണ അധികാരികളോട് ഇവർ ആവശ്യപ്പെട്ടു. എന്നാൽ അധികാരികൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് ഇവർ പരാതി പറയുന്നു. ആറളം ഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഇടവേലി ഗവൺമെൻറ് LP സ്കൂളിൽ ഉൾപ്പെടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ആ വിദ്യാർത്ഥികളടക്കം ഉപയോഗിക്കുന്ന ഈ റോഡ് കുറച്ച് ഭാഗം ടാർ ചെയ്ത് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതയോഗ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശം ഇപ്പോഴും ചെളിക്കുളമായി കാൽനട യാത്രയ്ക്ക് പോലും കഴിയാത്ത തരത്തിൽ ഇവിടെ നിൽക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് കോൺക്രീറ്റ് ചെയ്തോ ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചോ ഈ റോഡ് ഈ നിരവധി കുടുംബങ്ങളുടെ ആശങ്ക അകറ്റിക്കൊണ്ട് അവരുടെ ദുരിതം അകറ്റിക്കൊണ്ട് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ആറളം ഫാം 40 ഏക്കറിൽ നിന്ന് KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ AChannel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇമ്മാനുവൽ സിൽക്സ് മെഗാ ക്ലിയറൻസ് സെയിൽ. ഓരോ പർച്ചേസുകൾക്കും നേടാം 25% മുതൽ 75% വരെ ഡിസ്കൗണ്ടുകൾ. ഈ കഴിഞ്ഞ ഫെസ്റ്റിവൽ സീസണുകളിൽ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ചുളിഞ്ഞതും പൊടിപിടിച്ചതും സെറ്റുകൾ നഷ്ടപ്പെട്ടതുമായി തുണിത്തരങ്ങളുമായാണ് ഈ ക്ലിയറൻസ് സെയിലിലൂടെ വിറ്റഴിക്കുന്നത്. കൂടാതെ മറ്റനേകം കോംബോ ഓഫറുകളും. വെസ്റ്റേൺ ടോപ്പുകൾ 3 എണ്ണം 399 രൂപ മാത്രം. കുർത്തികൾ 2 എണ്ണം 399 രൂപയ്ക്ക്. ജെന്റ്സ് ടീഷർട്ടുകൾ 3 എണ്ണം 299 രൂപയ്ക്ക്. ബോയ്സ് ടീഷർട്ടുകൾ 3 എണ്ണം 299 രൂപയ്ക്ക്. ഡബിൾ ബെഡ്ഷീറ്റും പില്ലോ കവറും ഉൾപ്പെടെ 3 എണ്ണം 499 രൂപ മാത്രം. ബ്ലാങ്കറ്റുകൾ 3 എണ്ണത്തിന് 299 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ നിരവധി ഓഫറുകളും. ഈ ഓഫറുകൾ കണ്ണൂര്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ, ഇരിട്ടി ഷോറൂമുകളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലോറിൽ ഏതാനും ദിവസത്തേക്ക് മാത്രം. ഇന്ന് തന്നെ സന്ദർശിക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെഗാമാൾ കാഞ്ഞങ്ങാട്, റിയാദ് മാൾ പയ്യന്നൂർ, നിയർ സിറ്റി സെന്റർ ഇരിട്ടി.